വെറും 25 ലക്ഷം രൂപയ്ക്ക് കേരളത്തിൽ എവിടെയും 2000 സ്ക്വയർ ഫീറ്റിൽ 4 റൂമുള്ള ഈ സ്ക്രീനിൽ കാണുന്ന വീട് നിർമ്മിക്കാവുന്നതാണ്. ഇതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ചോദിക്കും ഇത് എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ്. കുറച്ചുകൂടി അറിയാവുന്നവരാണെങ്കിൽ ചോദിക്കും ഇതിന് ഏതൊക്കെ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ വീട് കയറ്റാൻ ഉദ്ദേശിക്കുന്നവരാണോ അതുപോലെ വീട് കയറ്റിക്കൊണ്ടിരിക്കുന്നവരാണോ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. വീടിനെ പറ്റിയുള്ള ബഡ്ജറ്റും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഫുള്ളി ക്ലിയർ ആവുന്നതാണ്. എപ്പോഴും നമ്മളെ വീടിൻ്റെ ബഡ്ജറ്റ് തീരുമാനിക്കുന്നത് നമ്മളുടെ പ്ലാനിൻ്റെ സ്ക്വയർ ഫീറ്റും അതുപോലെ തന്നെ മെറ്റീരിയൽ സെലക്ഷനുമാണ്. അപ്പോൾ പല ടൈപ്പിലുള്ള മെറ്റീരിയൽ, ഇപ്പോൾ ഫൗണ്ടേഷൻ മുതൽ ഫിനിഷിംഗ് വർക്ക് വരെ നമുക്ക് ബഡ്ജറ്റായിട്ടും അതുപോലെ തന്നെ ഏറ്റവും കുറവ് എമൗണ്ടിലും സെലക്ട് ചെയ്യാവുന്ന മെറ്റീരിയലും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് വാൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വെട്ടുകല്ലിൽ ചെയ്യാം അല്ലെങ്കിൽ സിമെൻറ്റ് ബ്ലോക്കിൽ ചെയ്യാം. രണ്ടും തമ്മിൽ ഒരു 20% ഡിഫറൻസ് എന്തായാലും ഉണ്ട്. അതുപോലെ തന്നെയാണ് എല്ലാ മെറ്റീരിയൽസിൻ്റെ കാര്യം. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഫുള്ളി കണ്ടംപററി സ്റ്റൈലുള്ള ഈ ഒരു വീട് കേരളത്തിൽ എവിടെയും 25 ലക്ഷത്തിന് ഫുൾ ഫിനിഷ് ചെയ്യാവുന്നതാണ്. ഫുൾ കോൺട്രാക്റ്റ് അല്ല, വർക്ക് കോൺട്രാക്റ്റ് കൊടുത്ത് മാത്രം. ഞാൻ എപ്പോഴും ഈ പ്ലാനും 3D എലിവേഷനും ഇന്റീരിയർ ഡിസൈൻ എല്ലാം ചെയ്യുമ്പോൾ റേറ്റ് പറയുന്നത് എപ്പോഴും ഫുൾ കോൺട്രാക്റ്റ് അല്ല, വർക്ക് കോൺട്രാക്റ്റ് കൊടുത്തിട്ട് മെറ്റീരിയൽ ക്ലയൻറ്റ് കൊടുത്ത് ചെയ്യിക്കുമ്പോഴുള്ള റേറ്റ് ആണ്. എപ്പോഴും ഒരു 20% പ്രോഫിറ്റ് ഏതൊരു കോൺട്രാക്ടർക്കും കിട്ടുന്നതാണ് ഏതൊരു കൺസ്ട്രക്ഷൻ വർക്കിലും. അങ്ങനെ വർക്ക് കോൺട്രാക്റ്റ് കൊടുത്ത് ചെയ്യുമ്പോൾ ഒരു 20% ഡിഫറൻസ് വരും. ഓക്കെ, അപ്പോൾ നമുക്കൊരു എഞ്ചിനീയറെ സൂപ്പർവിഷൻ ചാർജ് കൊടുത്തിട്ട് നിർത്തി കഴിഞ്ഞാൽ പ്രോഫിറ്റും അതുപോലെ തന്നെ വർക്ക് ക്വാളിറ്റിയും 100% ഉണ്ടാവുന്നതാണ്. ആദ്യം ഇനി ഈ ഒരു 3D എലിവേഷൻ്റെ പ്ലാൻ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. സ്ക്വയർ ഫീറ്റിൽ 4 റൂമുകളുള്ള ഈ ഒരു സ്ക്രീനിൽ കാണുന്ന വീടാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. സിറ്റ് ഔട്ടിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം വലുപ്പമുള്ള 420 സെൻറ്റിമീറ്റർ വീതിയും 330 സെൻറ്റിമീറ്റർ നീളവുമുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ 420 സെൻറ്റിമീറ്റർ വീതിയും 5 അടി 150 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു സിറ്റ് ഔട്ടാണ് ലഭിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. ഈ ഒരു പ്ലാനിൽ 9 സീറ്ററോട് കൂടിയ ലിവിങ് അറേഞ്ച്മെൻ്റ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ 6 സീറ്ററോട് കൂടി സെറ്റ് ചെയ്ത് ഇവിടെ നമുക്കൊരു TV യൂണിറ്റ് എല്ലാം നൽകി ഒരു പാർട്ടീഷൻ വാള് നമുക്കൊരു മൾട്ടിവുഡിലുള്ള വർക്കെല്ലാം നൽകി ചെയ്യാവുന്നതാണ്. ലിവിങ്ങിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് സ്റ്റെയർ വിത്ത് ഡൈനിങ് സ്പേസിലേക്കാണ്. സ്റ്റെയറിൻ്റെ ഏരിയ നൽകിയിരിക്കുന്നത് ക്ലോക്ക് വൈസായി യു ഷേപ്പിലായിട്ട് ഒരു പുതിയ മോഡേൺ കണ്ടംപററി ഡിസൈനിലുള്ളൊരു സ്റ്റെയർ ഏരിയയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്റ്റെയറിൻ്റെ താഴെ നമുക്കൊരു ചെറിയൊരു ഇന്നർ കോർട്ട്യാർഡും സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഡൈനിങ് റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലുപ്പമുള്ള 12x14 ഫീറ്റുള്ളൊരു ഡൈനിങ് സ്പേസാണ് ലഭിക്കുന്നത്. 6 സീറ്ററോട് കൂടിയ ഡൈനിങ് അറേഞ്ച്മെൻറ്റും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്കൊരു കിച്ചൺ സ്പേസും ലഭിക്കുന്നു. ക്ലോസ്ഡ് കിച്ചണാണ് പ്ലാനിൽ നൽകിയിരിക്കുന്നത്. എന്നാൽ ഓപ്പൺ കിച്ചൺ മോഡലായി ഇതുപോലൊരു കൗണ്ടർ സെറ്റ് ചെയ്ത് ഇവിടെ ഒരു 2 സീറ്ററോട് കൂടിയ കൗണ്ടർ അറേഞ്ച്മെൻറ്റ് നൽകി കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റായിട്ടും ചെയ്യാവുന്നതാണ്. കിച്ചൺ 10x11 ഫീറ്റാണ് കിച്ചൻ്റെ സൈസ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം ഒരു സ്റ്റൗവും സിങ്കും അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ പോർഷനും നമ്മളൊരു വർക്കിംഗ് ട്രയാങ്കിൾ എന്ന് പറയും. അതായത് സ്റ്റൗവും സിങ്കും പിന്നെ നമുക്ക് വരുന്ന ഫ്രിഡ്ജും ഒരു ട്രയാങ്കിൾ ഷേപ്പിലായി കഴിഞ്ഞാൽ നമുക്ക് വർക്ക് എപ്പോഴും ഈസി ആയിരിക്കും. അങ്ങനെ സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വർക്ക് ഏരിയ സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ 6 ഫീറ്റ് വീതിയും അതുപോലെ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു വാഷിംഗ് മെഷീനെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്യാവുന്ന തരത്തിലുള്ള വീതിയാണ് നൽകിയിരിക്കുന്നത്. നീളം ഒരു 11.5 ഫീറ്ററും നൽകിയിരിക്കുന്നു. ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത് 2 ബെഡ്റൂമാണ്. അതിൽ മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് 12x11 ഫീറ്റിൻ്റെ മാസ്റ്റർ ബെഡ്റൂമും ഇവിടെ നമുക്കൊരു കബോർഡെല്ലാം നീളത്തിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഡ്രസ്സിങ് സ്പേസും നൽകിയിരിക്കുന്നു. ടോയ്ലറ്റ് ആണെങ്കിലും നമുക്ക് വീതി കുറഞ്ഞ നീളം കൂടിയ, അതായത് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന തരത്തിൽ ഇവിടെ ഷവർ സ്പേസും അതുപോലെ തന്നെ WCയും വാഷ് ബേസിനും അങ്ങനെ സെറ്റ് ചെയ്യാവുന്ന ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെറ്റ് ചെയ്യാവുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ റൂമിലേക്ക് വന്നാലും നമുക്ക് ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കൺസീൽഡ് ആയിട്ട് വേണമെങ്കിൽ ഒരു ഡ്രസ്സിങ് സ്പേസ് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ റൂം 10x11 ഫീറ്റാണ് നൽകിയിരിക്കുന്നത്. ടോയ്ലറ്റ് ആണെങ്കിലും വീതി കുറഞ്ഞ് നീളം കൂടിയ ടൈപ്പിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിൽ 2 റൂം വിത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. താഴത്തെ റൂമിൻ്റെ അതേ ടോപ്പിൽ തന്നെയാണ് റൂമും ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലംബിംഗ് പൈപ്പും കാര്യങ്ങളും കൊണ്ടുപോകാനെല്ലാം ഈസി തന്നെ ആയിരിക്കും. വേറൊരു സ്ഥലത്താണ് ടോയ്ലറ്റ് വരണമെങ്കിൽ നമുക്ക് പ്ലംബിംഗ് വർക്ക് നമുക്ക് വർക്ക് ഈസി ആയിരിക്കില്ല. അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു അപ്പർ ലിവിങ് സ്പേസും ലഭിക്കുന്നു.
ഫ്രണ്ടിലായി ഒരു 5 ഫീറ്റിൻ്റെ ഒരു ബാൽക്കണി സ്പേസും നൽകിയിരിക്കുന്നു. സ്ക്രീനിൽ കാണുന്നതാണ് ഇപ്പോൾ ഡിസ്ക്രൈബ് ചെയ്ത പ്ലാനിൻ്റെ ഒറിജിനലി ബിൽഡ് ചെയ്ത വീട്. ഈ ഒരു വീട് ഏറ്റവും കണ്ടംപററി ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഫുള്ളി ഫ്ലാറ്റ് റൂഫ് ഡിസൈനിൽ ഏറ്റവും ബഡ്ജറ്റായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സിറ്റ് ഔട്ടിൻ്റെ ലെഫ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്ത്, അതായത് 240 വാർക്ക വന്ന് അതിൻ്റെ ടോപ്പിൽ ജസ്റ്റ് പാരപ്പറ്റ് പോലെ ജസ്റ്റ് ഒരു ഷോ വാൾ ഡിസൈൻ മാത്രമാണ് നൽകിയിട്ടുള്ളൂ. എന്നിട്ട് അതിൻ്റെ അവിടെ നമുക്കൊരു ബ്രിക്ക് ക്ലാഡിംഗ് വർക്കും കൊടുത്തിരിക്കുന്നു. ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ഓപ്പൺ ടെറസ് ആണ് വരുന്നത്. പ്ലാനിൽ കണ്ട പോലെ അവിടെ വെറും ഗ്രിൽ വർക്ക് മാത്രമാണ് നൽകിയിട്ടുള്ളൂ. ബാക്കിലോട്ട് ബാൽക്കണി ഇറങ്ങി, ബാൽക്കണിയും 240 ഹൈറ്റിൽ നൽകി ഒരു സ്ലാബ് പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നു. ലെഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ റൂമിൻ്റെ അവിടെ നമ്മളെ ഫൗണ്ടേഷൻ 45 സെൻറ്റിമീറ്റർ വന്നിരിക്കുന്ന ഭാഗം മാത്രം നമ്മൾ ജസ്റ്റ് ഒരു പെയിൻറ്റിങ് വർക്ക് നൽകി. ടോപ്പിൽ ഗ്രൂ മാത്രമാണ് നൽകിയിട്ടുള്ളൂ, വൈറ്റ് പെയിൻറ്റും. അതുപോലെ തന്നെ ലെഫ്റ്റ് ടോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബെഡ്റൂമിൻ്റെ വിൻഡോൻ്റെ ചുറ്റും ഒരു 2 ഷെയ്ഡ്, ലെഫ്റ്റിലത്തെ മെയിൻ സ്ലാബ് കവർ ചെയ്തൊരു യു ഷേപ്പ് തിരിച്ചിട്ടൊരു ഷെയ്ഡും, അതിൻ്റെ ടോപ്പിൽ ജസ്റ്റ് ഒരു പാരപ്പറ്റും ഗ്രിൽ വർക്കും മാത്രമാണ് നൽകിയിട്ടുള്ളൂ. ഏറ്റവും ബഡ്ജറ്റായിട്ട് ചെയ്ത വീട് കൊണ്ട് തന്നെയാണ് ഈ ഒരു വീട് ഇങ്ങനെ ഒരു കണ്ടംപററി ഡിസൈനിലോട്ട് വന്നത്. ഇതുപോലത്തെ പ്ലാനും എപ്പോഴും ഒരു വീടിൻ്റെ ബഡ്ജറ്റ് തീരുമാനിക്കുന്നത് ആ ഒരു വീടിൻ്റെ മെറ്റീരിയൽ സെലക്ഷനും അതുപോലെ തന്നെ പ്ലാനും 3D എലിവേഷനും വെച്ചിട്ടാണ്. ഇപ്പം നോർമലി നമ്മൾ ബ്ലോക്ക് വർക്കിൽ എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ വെട്ടുകല്ല് യൂസ് ചെയ്യാറുണ്ട്, ലാറ്ററൈറ്റ് സ്റ്റോൺ. അതുപോലെ തന്നെ നമുക്ക് വെട്ടുകല്ല് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സിമൻറ്റ് ബ്ലോക്ക് യൂസ് ചെയ്യാം. അപ്പോൾ സിമൻറ്റ് ബ്ലോക്ക് ചെയ്യുമ്പോൾ വെട്ടുകല്ലിൻ്റെ അപേക്ഷിച്ചിട്ട് ഒരു 30 രൂപ 40 രൂപ വ്യത്യാസം വരും. ഓക്കെ, ഒരു ബ്ലോക്കുമ്പോൾ ഒരു 30-40 രൂപ വ്യത്യാസം വന്ന ഒരു 1000 സ്ക്വയർ ഫീറ്റുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു 50,000 ഡിഫറൻസ് വരും. അപ്പോൾ മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മളുടെ ബഡ്ജറ്റ്. ഇപ്പോൾ മരത്തിൻ്റെ പോലെ തന്നെ സ്റ്റീലിനും ഒരേ റേറ്റാണ് വരുന്നത്. സ്റ്റീലിൻ്റെ വിൻഡോസ് കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് മരത്തിൻ്റെ യൂസ് ചെയ്യുന്നതായിട്ട് കുറവ് വരുന്നില്ല. ഇപ്പോൾ നമ്മൾ ആഞ്ഞില അല്ലെങ്കിൽ കരുവേലകൊക്കെ യൂസ് ചെയ്തിട്ട് മരത്തിൻ്റെ കട്ടില കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ വരുന്ന റേറ്റിനേക്കാളും കൂടുതലാണ് ഇപ്പോൾ സ്റ്റീലിൻ്റെ വിൻഡോസ് കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ മരം തന്നെ സെലക്ട് ചെയ്യായിരിക്കും, അത്യാവശ്യം ട്രീറ്റ് ചെയ്ത മരം സെലക്ട് ചെയ്യായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ ഡോറ്, മെയിൻ ഡോറ് കാര്യങ്ങളല്ലെങ്കിൽ നമ്മൾ ബെഡ്റൂം ഡോറൊക്കെ എപ്പോഴും വർക്ക് ഫിനിഷ് ആവുന്ന നേരം, അതായത് പ്ലാസ്റ്റർ വർക്കിന് ശേഷം നമ്മളെ യൂട്യൂബ് ചാനൽ നൽകിയിട്ടുണ്ട്. നമ്മൾ കട്ടില ബോൾട്ട് ചെയ്ത് പിടിപ്പിക്കുന്നതിലൂടെ നമുക്ക് ചെതൽ കാര്യങ്ങൾ വരുന്നതിൽ നിന്ന് കുറവും കിട്ടും. ഇപ്പോൾ മെയിൻ ഡോറ് കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഒരു മെയിൻ ഡോറ് ഇപ്പോൾ ഈ ഒരു 3D എലിവേഷൻ നൽകിയിരിക്കുന്ന മെയിൻ ഡോറ് ചെയ്യാൻ നമുക്ക് തേക്കിൽ തന്നെ നോർമലി 6 ഇഞ്ചിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 30,000-40,000 രൂപയാണ് റേഞ്ച് വരുള്ളൂ. കട്ടിലയും ഡോറും അടക്കം അത്രയാണ് റേഞ്ച് വരുള്ളൂ. അത് ആഫ്റ്റർ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ചെതൽ കാര്യങ്ങൾ ഒരു മാക്സിമം കുറയ്ക്കാനായിട്ട് പറ്റും.